എക്സാം തുടങ്ങുന്ന ഡേറ്റ് വന്നപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് എക്സാം കഴിഞ്ഞ് ഒരു ട്രിപ്പ് അത് നിർബന്ധമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ സ്ട്രെസ്സ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറയൊന്നും കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വഴിയെ പറയാം. എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ട്രിപ്പ് പോകാൻ ആഗ്രഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അത് എന്തോ ദൈവം കനിഞ്ഞതുകൊണ്ട് അത് നടക്കുകയും ചെയ്തു. അതിൻ്റെ ഓരോരോ വീഡിയോകളായിട്ട് വരുന്നേ ഉള്ളൂ. ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ നമ്മുടെ ഇന്ത്യയുടെ പുറത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലായിരിക്കും എന്ന്. അല്ല കേട്ടോ, ഞങ്ങളുടെ കേരളത്തിനുള്ളിൽ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ ട്രിപ്പ് തന്നെയാട്ടോ. ട്രെയിനിൽ കയറിയ കഥയൊന്നും പറയണ്ട, ഓടിച്ചാടി ഒക്കെയാണ് ട്രെയിനിൽ കയറിയത്. അതുവരെ ട്രെയിൻ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. എന്തായാലും ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി. ഭയങ്കര തിരക്കായിരുന്നു, പക്ഷേ സീനുള്ളതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. എന്ത് രസമല്ലേ കാണാൻ. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു മുന്നോട്ട് കാണാൻ. പിന്നെ അവിടെ സീറ്റിൽ അങ്ങനെ ഒരുപാട് നേരം ഇരുന്നില്ല, ഇങ്ങനെ തന്നെ പുറത്തു നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ആഗ്നസ് ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് വിശപ്പിന് ശമനം ഉണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും. അങ്ങനെ അതും കഴിച്ച് ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ചില സമയത്ത് ഓർക്കും പ്രകൃതി എന്തൊരു ഭംഗിയാണ്, എന്ത് രസമാണ് കാണാൻ. ദൈവം എങ്ങനെയൊക്കെയാണ് എല്ലാം രസമായിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നും കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് അങ്ങനെ തോന്നുക. ഒരു ഇടുക്കിക്കാരിയായ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ര വലിയ ഒരു ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. കാര്യം ഇടുക്കി അതുവരെ എവിടെയും പിടിച്ചിടാത്ത ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിച്ചിട്ട് ഗൈസ്. അതും കഴക്കൂട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത്. 2 സ്ഥലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തെത്തും. പക്ഷേ പിടിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനകത്ത് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ അടിച്ച് പൊളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളെ കൂട്ടാൻ വന്നു കേട്ടോ. അങ്ങനെ ഇത് ആദിയുടെ വീട്ടിലാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഭയങ്കര ടയേർഡായി. പക്ഷേ പുറത്തത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് ഉറങ്ങാതെ വെച്ചു. ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനിയും ഉണ്ട് കേട്ടോ. ബായ്.